അപ്പൊ രാത്രി ഈ കോൺക്രീറ്റ് പിടിച്ചു വെച്ച ചൂടുണ്ട്, നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഹീറ്റ് ഉണ്ട്, ശ്വസിച്ച് വരുന്ന ഹീറ്റ് ഉണ്ട്. ഇതൊക്കെ കൂടിന് രാത്രി ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? അത് വായുവിനെ ഒരു പ്രത്യേക അനുപാതത്തിൽ സഞ്ചരിപ്പിച്ച AC വെച്ച് തണുപ്പിക്കുന്നതിന് പകരം പകുതി ഭാഗം ഞാൻ പറയുന്ന ഒരു മെക്കാനിസത്തിൽ കൂടെ നമുക്ക്. അഷ്റഫ് ചെമ്മാപ്പള്ളി, ABC ടോക്കിലേക്ക് സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. അഷ്റഫിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് അഷ്റഫിനെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയോ? വീടുകളുടെ വൈദ്യൻ എന്നാണ്. അതെ, ആ പ്രയോഗത്തിലാണ് അങ്ങേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊന്ന് നമ്മളും ആഗ്രഹിക്കുന്നത് അങ്ങനെ കേൾക്കാനാണ്. അതിൻ്റെ സമഗ്രതയിലാണ് നമ്മൾ എപ്പോഴും കാണാറത്. ഏതെങ്കിലും ഇപ്പം നമ്മളൊരു നാച്ചുറൽ AC കൂടാതെ തന്നെ സുഹൃത്തുക്കൾക്ക് ചിലവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലം എടുത്തിട്ട് അഷ്റഫ് കയ്യിൽ എനിക്കൊരു വീട് വെച്ച് തരണം എന്ന് പറയുമ്പോൾ ഒരു കിണർ കുത്തി വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു, പരിസരത്തെ കിണറിലെ വെള്ളം നോക്കി. കാരണം ഒരു മനുഷ്യൻ്റെ വലിയൊരു സ്വപ്നമാണ് നമ്മൾ ചേർന്ന് നിന്നിട്ട് പൂർത്തീകരിക്കാൻ പോണത്. അപ്പം അത് കല്ലും മണ്ണും സാധനങ്ങളും വെച്ച് ഉണ്ടാക്കിയ സാധനത്തിന് ജീവൻ വെപ്പിച്ചിട്ട് തിരിച്ചു കൊടുക്കല്ലേ നമ്മൾ ചെയ്യണത്. അപ്പം അവരും നമ്മൾ ഓർക്കണത്, നമ്മളും ഇത് പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുക്കണത്, അതിന് അങ്ങനത്തെ ഒരു വാല്യൂസ് ഉണ്ട്. അത് മറ്റു രീതിയിൽ ചികിത്സയും വൈദ്യം എന്നല്ലെങ്കിലും നമ്മൾ സമഗ്രതയിലാണ് എല്ലാത്തിനെയും കാണുന്നുള്ള അർത്ഥത്തിൽ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ്. ഈ ഒരു വീട് വെക്കാൻ താല്പര്യമുള്ള ആൾ അഷ്റഫിക്കെ കണ്ടെത്തിയാൽ എല്ലാ രീതിയിലും പ്രകൃതിയോട് ഇണങ്ങിയ വീടായി അവരുടെ സങ്കല്പത്തിലുള്ള വീടിനെ അങ്ങ് മാറ്റി കൊടുക്കും അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് ഒരു 3-4 വീട് ഫുൾ വീട് പണിതിട്ടുണ്ട്. അത് വേറെ വഴിയില്ലെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാനൊരു ഇൻവെൻറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ വികസിപ്പിച്ച് കൊണ്ടുവരുന്ന ശാസ്ത്രീയ ബേസുള്ള സാധനങ്ങൾ കൂടുതൽ കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ AC എന്ന് പറഞ്ഞിട്ട് ഒരു തെർമൽ വെന്റ് ഒരു സംവിധാനം നമ്മൾ വികസിപ്പിച്ചിട്ടുള്ളത്, അത് കൂടുതൽ സ്ഥലത്തേക്ക് എങ്ങനെയാണ് എത്തിക്കാൻ പറ്റുക എന്നാണ് ആലോചിക്കുന്നത്. അല്ല, അങ്ങിപ്പോ ഈ ഭൂമി, ജലം, വായു, ഇതെല്ലാം ഒരു വീടുമായി ബന്ധപ്പെട്ട തലത്തിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ വായുവിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലൂടെ വീടിനകത്ത് തണുപ്പ് കുറപ്പിക്കുകയും അത് ഒരു നാച്ചുറൽ AC എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് അതിനെ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ നേരിട്ട് അഷ്റഫ് ചെയ്ത വീടുകളിൽ പോവുകയും 5 ഡിഗ്രി മുതൽ 9 ഡിഗ്രി വരെ പുറത്തതിനേക്കാൾ തണുപ്പ് കുറച്ച്, അതായത് ഇപ്പോൾ പുറത്ത് 38 ഡിഗ്രി ആണെങ്കിൽ അകത്ത് ഒരു 29 ഡിഗ്രിയും ഒക്കെ ആയ രീതിയിൽ ഞങ്ങൾ തെർമോമീറ്റർ വെച്ച് അത് മെഷർ ചെയ്ത് ബോധ്യപ്പെട്ട ആൾക്കാരാണ്. എന്താണ് ഇതിനകത്ത് ഈ നാച്ചുറൽ AC എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണ്? അത് സാധാരണഗതിയിൽ നമ്മൾ ഒരു വെള്ളത്തിലൊരു മത്സ്യം ജീവിക്കണ മാതിരി വായുവിൽ ബിഹേവ് ചെയ്യേണ്ട ബോഡിയാണ് നമ്മുടെ. അത് നമ്മൾ ഒരു ഷെൽട്ടർ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. നിർബാധം വായു ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ജീവിക്കാനുള്ള, അല്ല അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഏറ്റവും ബെറ്റർ ആയിട്ട്. അപ്പം നമ്മൾ കെട്ടിയടച്ചിട്ട് തീരെ വായു സഞ്ചാരം ഇല്ലാണ്ട് വരുമ്പോൾ അത് നമ്മളെ മെൻ്റലി ഒരു മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് കൊണ്ടുവരും. ഗ്രാജുവലി കുറേശ്ശെ ആയിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഇറിറ്റേഷൻ വരാൻ തുടങ്ങും പല രീതിയിലൊക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണോ പുറത്ത് ഉള്ളൊരു കണ്ടീഷൻ അകത്തേക്ക് കൊണ്ടുവരിക, വീടിൻ്റെ അകത്തുകൂടെ എല്ലാ സ്ഥലത്തു കൂടി എയറിനെ എങ്ങനെ കൊണ്ടുവരിക, അതുവഴി ചൂടിനെ കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യകാലത്തൊക്കെ ചൂട് കുറയാനും അന്നത്തെ ലഭ്യതയിൽ ഉണ്ടാക്കിയിരുന്ന ചമരുകൾക്ക് തിക്കൻസ് കൂടുതലായിരുന്നു. ചൂട് ട്രാൻസ്ഫർ ചെയ്ത് വരാനായിട്ട് സമയമെടുക്കും. പക്ഷെ പുതിയ കാലത്ത് അങ്ങനത്തെ മെത്തേഡുകൾ നമുക്ക് പറ്റില്ല. വേറെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അന്നത്തെ സ്ട്രക്ചറിന് മാറ്റിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നുണ്ട്, RCC ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ചൂടിനെ ശേഖരിച്ച് വെച്ച് രാത്രി അടിയിലേക്ക് സപ്ലൈ ചെയ്യാം. അത് ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെയല്ല, നമ്മൾ ആദ്യകാലത്ത് ഏറ്റവും ഫസ്റ്റിലൊക്കെ ചെയ്ത സമയത്ത് എയർ സർക്കുലേഷൻ കൊണ്ടുവന്ന് പിന്നെ അതിനോട് കൂടി ചൂടിനെയും കൊണ്ട് എങ്ങനെയാണോ പോവുക, എല്ലാ സ്ഥലത്തേക്കും എങ്ങനെയാണ് എയറിന് എത്തിക്കാൻ പറ്റുക, അങ്ങനെ അതിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വായു എല്ലാ സ്ഥലത്തു കൂടിയും വന്ന് സഞ്ചരിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാരണന്മാർ പറയാറുണ്ട്, ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കുണ്ടാവില്ല. ആ വായുവിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ രാവിലെ മുതൽ ഇപ്പോൾ ഈ ഫ്ലോർ AC ആണ്,
ഇത് കഴിഞ്ഞ് നമ്മൾ കാറിലേക്ക് കയറുന്നു. കാർ AC ആണ്. അത് കഴിഞ്ഞ് നമ്മളൊരു എവിടെ ചെന്നാലും നമ്മൾ കുറച്ച് സമയം ഒഴിച്ച് കൂടുതൽ സമയം നമ്മൾ AC-യിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മളപ്പം രാത്രിയിൽ AC ഇട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ രാത്രിയിൽ AC ഇട്ട് ഉറങ്ങി ഉണരുന്ന സമയങ്ങളിൽ പിറ്റേ ദിവസം നമ്മൾ പൊതുവെ ഡള്ളായി, എന്നെ നോക്കുമ്പോൾ ഭയങ്കര ഡള്ളായിരിക്കും. പല കാര്യങ്ങളിലും ഉന്മേഷക്കുറവ്, ക്ഷീണം ഉണ്ടാവും. അപ്പം ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പം ഒരാൾ അതിനൊരു കറക്റ്റ് റീസൺ എനിക്ക് പറഞ്ഞു. അതായത് അങ്ങീ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു മുറിക്കകത്ത് നമ്മളൊരു 1000 ടണ്ണുള്ള AC വെക്കുന്നു. AC വെച്ചിട്ട് അതിൽ 1, 2, 3 ആൾക്കാർ ഉറങ്ങുന്നു. നമ്മൾ ഈ AC ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മുറി പൂർണ്ണമായും എയർ ലോക്ക് ചെയ്യുന്നു. ആ മുറിക്കകത്ത് എത്ര ക്വാണ്ടിറ്റി എയർ ഉണ്ടോ, എത്ര ക്വാളിറ്റി എയർ ഉണ്ടോ അത് അതേപോലെ നിലനിർത്തിയിട്ട് ഇതിനെ സർക്കുലേറ്റ് ചെയ്ത് തണുപ്പിക്കുക എന്നൊരു പ്രക്രിയയാണ് AC ചെയ്യുന്നത്. അപ്പം അല്പം മുമ്പ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 3 പേര് ഉറങ്ങുമ്പം ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് 3 പേരും ഇതിൻ്റെ ഓക്സിജൻ, ഈ റൂമിലെ ഓക്സിജൻ 1-2 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായും എടുത്തു കഴിയും. പിന്നെ ഈ 3 പേരും പുറത്തോട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മാറി മാറി ശ്വസിക്കുക എന്നുള്ള ഒരു പ്രക്രിയയായിരിക്കും ആ ക്ലോസ്ഡ് ആയിട്ടുള്ള മുറിയിൽ സംഭവിക്കുക. ഇതൊരു 10-40 വയസ്സ് വരെ ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ചില ക്ഷീണങ്ങളൊക്കെ അനുഭവപ്പെട്ടങ്ങ് പോവാം. 40 വയസ്സ് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയേക്കാം. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ ചോദിച്ചേക്കാം, AC ഇല്ലാതെ ഇനി ജീവിക്കാൻ പറ്റുമോ? അതും വലിയ ഒരു പ്രശ്നമാണ്. ഇതൊരു ബേസിക് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വേണം. ഈ ഓക്സിജൻ നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന എയറിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ ശരീരം ഉടൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലഡിൽ ഉള്ള ഓക്സിജനെ എടുത്ത് ശരീരത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. ബ്ലഡിൽ ഒരു നിശ്ചിത അളവിൽ ഓക്സിജൻ എപ്പോഴും നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ ഇൻടേക്ക് ചെയ്യുകയും രാത്രി കാലങ്ങളിൽ ശരീരം റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓക്സിജൻ്റെ തോത് വളരെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് നമ്മളെ റിപ്പയർ ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് രാത്രിയിലൊക്കെ ഉറങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അവർ ഡീപ്പ് ഇൻടേക്കാണ് എടുക്കുന്നത്. അതായത് നമ്മൾ സാധാരണ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന ഓക്സിജൻ്റെ അളവിനേക്കാൾ, അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുന്ന വായുവിൻ്റെ അളവിനേക്കാൾ 10 മടങ്ങാണ് നമ്മൾ രാത്രി എടുക്കുന്നത്. നമ്മൾ വിചാരിക്കും ചിലർക്കിത് കൂർക്കം വലിച്ചുറങ്ങുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയല്ല, ആ അത്രയും ഓക്സിജൻ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ കിഡ്നിയിലൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ശരീരം അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ വയറിലൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ശരീരം അതിൻ്റെ മെയിൻ്റനൻസ് നടത്തും. ഇപ്പോൾ കാൽമുട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ശരീരത്തിന് തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ ശരീരം പരിഹരിക്കും. പക്ഷേ അതിന് ശരീരത്തിന് വേണ്ടുന്നത് അവിടേക്ക് പ്രോപ്പർ ഓക്സിജൻ. സതീഷ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ താപനിലയും നമ്മുടെ ഭൂമിയുടെ അവസ്ഥയും ഒക്കെ അൺപ്രഡിക്റ്റബിളായി മാറിക്കൊണ്ടിരിക്കും. നമുക്ക് AC ഉപയോഗിക്കാതിരിക്കാനും പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെ നാച്ചുറൽ AC എന്ന കോൺസെപ്റ്റ് കുറച്ചുകൂടെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതെ. അപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ള 2 കാര്യം. ഒന്ന്, നമ്മളുടെ ഈ ഒരു തെർമൽ വെന്റിലേഷൻ സിസ്റ്റം രാത്രി സമയത്താണ് ടെമ്പറേച്ചറിൽ വലിയ വേരിയേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വേനൽക്കാലത്ത് കോമൺ ആയിട്ട് നമ്മൾ നോക്കിയാൽ ഒരു 28 ഡിഗ്രിയാണ് പുറത്ത് ടെമ്പറേച്ചർ. അതേ സമയത്ത് ഒരു കോൺക്രീറ്റ് വീടിൻ്റെ ഉള്ളിൽ 32, 38, 10 ഡിഗ്രി ഒക്കെ രാത്രി കൂടുതലാണ്. രാത്രിയിൽ വീടിൻ്റെ ഉള്ളിൽ. അപ്പം രാത്രി ഈ കോൺക്രീറ്റ് പിടിച്ചു വെച്ച ചൂടുണ്ട്, നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഹീറ്റ് ഉണ്ട്, ശ്വസിച്ച് വരുന്ന ഹീറ്റ് ഉണ്ട്. ഇതൊക്കെ കൂടിയാണ് രാത്രി ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത്. രാത്രി അത് പരിപൂർണമായിട്ട് നമുക്ക് കുറച്ചിട്ട് പുറത്തെ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പകൽ സമയത്ത് വളരെ കുറവേ നമുക്ക് വേരിയേഷൻ വരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉച്ച വരെയൊക്കെ നോർമൽ കണ്ടീഷനിൽ അന്തരീക്ഷം തണുത്തമായിരത്തൊരു എയർ വീടിൻ്റെ അകത്തും കിടക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് AC-യുടെ മാതിരി തണവുണ്ടാക്കാൻ ഒരു മെക്കാനിസം അല്ല. അതൊന്ന്. രണ്ടാമത്തേൽ ഇതൊരു റൂം ഹീറ്റ് റെഡ്യൂസർ. അധികരിച്ച് വരുന്ന ചൂടിനെ കൺട്രോൾ ചെയ്തിട്ട് ജീവിക്കാവുന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കണം. അപ്പം അതൊന്ന്. ഇനി ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കുക. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പോയിന്റ് മറന്നു പോവാതിരിക്കാൻ, ഓക്സിജനെ സംബന്ധിച്ച് കംപ്ലീറ്റ് പാക്കഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് അത് നേരത്തെ പറഞ്ഞ മാതിരത്തെ എല്ലാ പ്രോബ്ലങ്ങളും വരും. പക്ഷെ നമ്മൾ പണ്ട് കാലത്ത് വാസ്തുവിദ്യയിൽ വീടുണ്ടാക്കിയിരുന്ന മാതിരി സൂക്ഷ്മമായിട്ട് സുഷിരങ്ങൾ അടയണ
ഏക്കറോസി കുറവുകൊണ്ട് പല സുഷിരങ്ങളും ഉണ്ട്. ആ വായുവിൻ്റെ ഒരു പ്രത്യേകത 21% ഓക്സിജൻ ഉള്ളത്. എവിടെയാണേലും ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെന്താണ് തണവ് തീരെ പോവാതിരിക്കാൻ വേണ്ടി അടച്ചടച്ച് പാക്ക് ചെയ്യല്ലേ. കാറില് അടച്ചിട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് ചിലവർ ആത്മഹത്യ ചെയ്തൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ ഓക്സിജൻ തീരെ കുറഞ്ഞു പോയാൽ മരിക്കും. കംപ്ലീറ്റ് പാക്കഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഈ പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തണവ് വരാതിരിക്കാൻ, പക്ഷെ ഞാൻ തണവ് നഷ്ടപ്പെടാതിരിക്കാൻ തണവ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും പാക്ക് ചെയ്യണതിന് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്യാൻ, ഈ AC അകത്ത് ഉള്ള ഒരു പുറത്തെ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടല്ലോ, അത് പുറത്തുനിന്നുള്ള വായു അകത്തേക്ക് വരില്ലേ? അല്ല, ശരിക്കും AC കണ്ടുപിടിച്ച കാലത്ത് തൊട്ടും അതിൻ്റെ റിസർച്ചിലൊക്കെ ഇത്ര ശതമാനം പുറത്തുനിന്ന് എയർ എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിലും ഇപ്പം ഉണ്ടോ, ഇതിലൊക്കെ ഉണ്ടോ, അത് എനിക്ക് അറിയണമല്ലോ. നോർമൽ കണ്ടീഷനിൽ ഇത് സയൻറ്റിസ്റ്റുകൾക്ക് ഈ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് അറിയണ അറിവാണ്. ഇത് ഓക്സിജൻ്റെ അളവ് ലെവൽ കുറഞ്ഞാൽ എത്ര തണവുണ്ടായിട്ടും അത് കാര്യമില്ല എന്നറിയണം. അപ്പം അത് പുറത്തുനിന്ന് ഇപ്പോൾ കാറിലൊക്കെ നമുക്ക് 2 വെൻ്റ് ഉണ്ട് നീക്കി വെക്കാനൊക്കെ ആയിട്ട്. അപ്പം അതേമാതിരത്തെ ഓപ്ഷനുകളുണ്ട്. ഞാൻ പറയുന്നത് ഇനി വരുന്ന കാലത്ത് AC ഏറ്റവും ആവശ്യമാണ് നമുക്ക്. പക്ഷെ ഞാൻ പറയുന്ന ഒരു റൂമിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, രാത്രി 10 ഡിഗ്രി കൂടുതലാണ്. ആ 10 ഡിഗ്രിയുടെ ഉള്ളിൽ AC വെച്ച് തണുപ്പിക്കുന്നതിന് പകരം പകുതി ഭാഗം ഞാൻ പറയുന്ന ഒരു മെക്കാനിസത്തിൽ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യും. ആവശ്യമുള്ള സ്ഥലത്ത് AC കൂടി ഉപയോഗിക്കാൻ കഴിയില്ലേ, നമ്മൾ ചോദിക്കാറുണ്ട്. AC ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. ഒരു 10 ആൾ 15 ആൾ ഇരുന്നിട്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കമ്പ്യൂട്ടർ അതേമാതിരി സാധനങ്ങളൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ നമുക്ക് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തേ മതിയാവുള്ളൂ. മറിച്ച് നമ്മൾ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വീട് വെക്കുമ്പോൾ എങ്ങനെ നമുക്കിതിനെ ഏറ്റവും കുറവാക്കാം. ഇപ്പം നിങ്ങൾ കണ്ട മുൻഷാദിൻ്റെ വീട്ടിൽ അദ്ദേഹം 2, 3, 4 കൊല്ലം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് AC വെക്കാതെ. ഒരു 4500 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ചൂട് ഡംപാവുന്ന കോൺക്രീറ്റും കബോർഡും മെക്കാനിസം ഒക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരിക്കില്ലേ. അതിൻ്റെ ഉള്ളിൽ ഇപ്പം 2 കൊല്ലമായി അവർ താമസിക്കുന്നത്. അവർക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിൽ വരുന്ന വീടുകൾക്ക് നമുക്ക് എങ്ങനെ ഇതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാം. AC ഇനിയിപ്പോൾ നിർബന്ധമാണെങ്കിൽ അങ്ങ് പറയുന്നതിൽ നിന്ന് അങ്ങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് മനസ്സിലായത് എന്താണെന്ന് ഞാനൊന്ന് പറയാം. രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ AC പൂർണ്ണമായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം, 1, 2 ഒരു മാസമോ 1, 2 ദിവസമോ 1, 2 വർഷമോ അല്ല, വളരെ റെഗുലറായി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്രാജുവലി ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം. ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറയും. ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ ഇത് പല രോഗങ്ങളായി പുറത്തു വരും. നിങ്ങളുടെ കണ്ടെത്തിയ ഒരു രീതി വെച്ചിട്ട് രാത്രി കാലങ്ങളിൽ നമ്മുടെ വീടുകളെല്ലാം തന്നെ പുറത്തേക്കാൾ അകത്ത് ചൂട് കൂടുതലാണ്. അത് പുറത്തെ തണുപ്പിലേക്ക് ഈക്വലൈസ് ചെയ്ത് നോർമലൈസ് ചെയ്ത് ഓക്സിജൻ അളവ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസം കണ്ടെത്തി എന്നുള്ളതാണ് നിങ്ങൾ നാച്ചുറൽ AC-യിൽ. AC-ക്ക് ഇപ്പോൾ പകലിരിക്കുന്ന ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു AC ഇരിക്കുന്ന അതിനൊരു പകരമായി ഇതിനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. രണ്ടും ആവശ്യമുള്ളതാണ്. ഇപ്പൊ എങ്ങനെ ചേർത്ത് ഏറ്റവും ബെറ്റർ ആക്കാം, അതിന് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താണോ അന്തരീക്ഷത്തിലെ താപം, ആ താപത്തിന് ഈക്വലൻ്റായി എയർ സർക്കുലേറ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു ഉപാധിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് അത്രത്തോളം നമ്മളിപ്പോൾ ഒരു 18 കൊല്ലം ഒക്കെ ആയിട്ടുണ്ട്. ഒരു ഏകദേശം 100ഓളം വീടിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ വീടുകളൊക്കെ പരീക്ഷണങ്ങളല്ലായിരുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം കണ്ട ഒരു 4 വീടുണ്ട്. ആ 4 വീട്ടിലെത്തിയത് ഇനി നമ്മൾ ആവർത്തിക്കുള്ളൂ. ബാക്കി മുഴുവൻ ഇതിൽ നിന്ന് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇനി വരുന്നതിൽ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി നമുക്ക്, കാരണം ആളുകൾ അറിഞ്ഞു വരുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കൂടുതൽ തരുന്നുണ്ട്. അത് കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നമ്മളിപ്പോൾ അങ്ങ് ഫോളോ അപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ പഴയ വീടുകളും പഴയ കാലത്ത് ശ്വസിക്കുന്ന വീടുകൾ എന്ന് പറയാം, ജീവനുള്ള വീടുകൾ എന്ന് പറയാം അല്ലേ. ഇന്നത്തെ വീടുകൾ പലതും ശ്വസിക്കുന്നില്ല, ജീവനില്ലാത്ത വീടുകൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീടുകളുടെ പലതിൻ്റെയും പരാതി. ഇപ്പം എൻ്റെ വീട്, നമ്മുടെ അടൂർ വീടെന്ന് പറയുന്നത് ഞങ്ങൾ 130 വർഷം പഴക്കമുള്ള വളരെ ട്രഡീഷണൽ വീടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ വീടിൻ്റെ ചില മെയിൻ്റനൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇത്തരം പഴയ വീടുകളും തൊടാൻ പോലും ആരും തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മൾ വാസ്തുവിനെ പറ്റി കുറേ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രം, യമസൂത്രം എന്ന് പറഞ്ഞ 2 സൂത്രങ്ങളുണ്ട്. ബ്രഹ്മസൂത്രം, കർണസൂത്രം. കർണം എന്ന് പറഞ്ഞ ചെവി. പക്ഷെ നമ്മുടെ നാട്ടിൽ തെക്കൻ കേരളത്തിൽ യമസൂത്രം, ബ്രഹ്മസൂത്രം, കർണസൂത്രം. ഇതിൻ്റെ ഒരു പ്രക്രിയ, അതായത് നെടുകയും കുറുകയും, ഒരു പക്ഷേ നമ്മൾ പഴയ ബിൽഡിങ്ങുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാത്തിനും നെടുകയും കുറുകയുമുള്ള എയർ സർക്കുലേഷനെ ഒരിക്കലും ബ്ലോക്ക് ചെയ്തില്ല.
ആ. അപ്പോൾ ആ ഒരു പ്രക്രിയയുടെ ഒരു പുതിയ വേർഷനായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? ആ അർത്ഥത്തിൽ ഇതിനെ കാണാൻ പറ്റില്ല. ഒന്ന് ഞാൻ മനസ്സിലാക്കിയ വാസ്തുവിദ്യയിൽ അവർ പറയണ കർണസൂത്രത്തിനും ബ്രഹ്മസൂത്രത്തിനും ഞാൻ മനസ്സിലാക്കിയ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം അറിയാം. ഞാൻ പറയാം. ബാക്കി എനിക്ക് അറിയാത്ത മേഖലയുണ്ട്, അത് അറിയാത്തത് കൊണ്ട് പഠിക്കാത്തത് കൊണ്ട് ഞാൻ പറയണില്ല. നമ്മളുടെ മോട്ടോർ വാഹനത്തിൻ്റെ ഗിയർ ബോക്സും ബ്രീത്തർ നെട്ട് എന്ന് പറഞ്ഞിട്ടൊരു നെട്ടുണ്ട്. അതായത് വണ്ടി ഓടിത്തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ ചൂടാവും, അല്ല സോറി ഗിയറുകൾ വർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ഓയിൽ ചൂടാവും. ഓയിൽ ചൂടാവുമ്പോൾ എല്ലാ ദ്രവരൂപത്തിലുള്ള സാധനം ചൂടാവുന്നതോട് കൂടി വികസിക്കും. അപ്പം അതിന് വികസിക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് എയർ പുറത്തേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ബ്രീത്തർ നെട്ട്. അത് കഴിഞ്ഞ് വണ്ടി ഓടിച്ച് നമ്മൾ കൊണ്ടിടുമ്പോൾ എന്താ ഉണ്ടാവുക, അത് തണുക്കും. തണുക്കുമ്പോൾ ഇത് ചുരുങ്ങും. ചുരുങ്ങണമെങ്കിലും കുറച്ച് എയർ വരണം. അതേമാതിരി നമ്മുടെ എല്ലാ വാദ്യോപകരണങ്ങൾ നോക്കിയാലും ചെണ്ട, തിമല, അതിനെല്ലാം അതിൻ്റെ ഒരു മധ്യത്തിലൊരു സുഷിരം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് സൗണ്ട് വരില്ല. അപ്പം അതേമാതിരി കർണസൂത്രവും ബ്രഹ്മസൂത്രവും എൻ്റെ മനസ്സിലാക്കിയ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ അന്തരീക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 1 കിലോഗ്രാം പ്രഷറാണ്. അതായത് 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 1 കിലോഗ്രാം പ്രഷർ വെച്ചിട്ട് വായു നമ്മളെ ബൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുക, വരിഞ്ഞ് നിർത്തിയിരിക്കുക. അത് അന്തരീക്ഷത്തിന് പുറത്തേനേക്കാൾ അകത്ത് പ്രഷർ കുറയരുത്, പ്രഷർ ഈക്വലായിരിക്കണം. അപ്പം നമ്മൾ അകത്ത് എന്തെങ്കിലും ചൂട് സാധനങ്ങളൊക്കെ കൊടുത്ത് എയർ ചൂടായി വിചാരിക്കും, പുറത്തേനേക്കാൾ പ്രഷർ ഉള്ളിൽ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പ്രഷർ അത് ഏതർത്ഥത്തിലാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് അറിയില്ല. വായു വരാൻ വേണ്ടിയിട്ടല്ലേ. വാതിലും ജനലും തുറന്ന് കൊടുക്കുന്നതിനെയും കർണസൂത്രം ബ്രഹ്മസൂത്രം എന്നാ പറയാ. അത് ആ അറ്റത്തുനിന്ന് വാതിൽ തുറന്ന ഈ അറ്റം വരെ വരുന്ന രീതിയിൽ എയർ സർക്കുലേഷൻ. പക്ഷെ എല്ലാം അടഞ്ഞ് പൂട്ടിക്കെടുക്കുമ്പോൾ കൊടുക്കുന്ന സുഷിരങ്ങളുണ്ട്, കർണസൂത്രം ബ്രഹ്മസൂത്രം എന്ന് പറയും. അത് ഇതേമാതിരത്തൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യമുള്ളതായിട്ട് എൻ്റെ ചെറിയ മനസ്സിലാക്കലുകളുണ്ട്. ഇത് പാരമ്പര്യമായി ഇതൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ വീടുകളിൽ ഇതെല്ലാം ചെയ്തു. ഇപ്പം അത് ഫാഷനായിട്ട് മാറി. ഇപ്പം ജനലൊക്കെ വെക്കുന്നത് ഈ വാതിലിനെ കഴിഞ്ഞും വലിയ ജനലുകൾ വെക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉണ്ട്, പക്ഷെ ഇതെല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഈ നാച്ചുറൽ എ സിയുടെ പ്രസക്തി. കാരണം വാതിലും ജനലും അടച്ചുപൂട്ടി കിടന്നുറങ്ങുമ്പോഴും എയർ സർക്കുലേഷൻ വരണം. അതല്ലേ അതിൻ്റെ പോയിന്റ്? അതെ. അതിലൂടെ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഒരു കൂട്ടായ്മയിലൂടെ ലോകം എനിക്ക് പരീക്ഷണം ചെയ്യാൻ അവസരം തരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അത് ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്നതിൽ ഇപ്പം നമ്മൾ 4 കെട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ ഇന്നലെ കണ്ട നാച്ചുറൽ എ സി ചെയ്ത മുൻഷാദിൻ്റെ വീട്ടിൽ സെക്ഷൻ ചാമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹൈറ്റിലൊരു ടവർ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അപ്പം ഈ ടവർ നമ്മുടെ അടുപ്പിൻ്റെ ചിമ്മിണിയൊക്കെ ഇതാണ്. ബർണൂൽ പ്രിൻസിപ്പിളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതിന് വെഞ്ചുറി എഫക്റ്റ് എന്ന് പറയും. ആ ചിമ്മിണിയുടെ ഉള്ളിൽ കൂടെ എയർ കടന്നു പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ കുറയും. വീടിൻ്റെ അകത്ത് എയർ അടിയിൽ നിൽക്കുന്ന പ്രഷർ ഇതിനെ തള്ളി കയറ്റി ഇങ്ങനെ ഒരു സർക്കുലേഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ സീലിംഗ് ഫാൻ ചെയ്യണത് എന്താണ്, അന്തരീക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ 1 കിലോഗ്രാം പ്രഷറാണ്. ഞാൻ പറഞ്ഞു, ഈ വിരൽ വെച്ച സ്ഥലത്ത് 1 കിലോഗ്രാം പ്രഷറാണ് എൻ്റെ ബോഡീനെ അമർത്തുന്നത്. അതിൽ ലേശം കുറഞ്ഞാൽ ഇത് വീർക്കും. അപ്പോൾ ഈ പ്രഷറിൻ്റെ അവിടേക്ക് സീലിംഗ് ഫാൻ സദാസമയം എയർ തള്ളിവിട്ടാൽ എന്താ ഉണ്ടാവുക, നോർമലി ഒരു നേരിയ അളവിലൂടെ പ്രഷർ കൂടുതലല്ലേ. ഇവിടെ പ്രഷർ കുറഞ്ഞിട്ട് നമുക്ക് റിലാക്സേഷനല്ല വേണ്ടത്. അപ്പോൾ വായുവിനെ ഇവിടെ നിന്ന് വലിച്ചിട്ട് എങ്ങനെയാണ് ഈ ബോഡിയിൽ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുക്കാൻ പറ്റും നമുക്ക്? എനിക്കിപ്പോൾ സൊല്യൂഷനൊന്നുമില്ല, നമുക്ക് പരീക്ഷണം ചെയ്യണം കൂട്ടായിട്ട്. ഇതിൽ ശരിയുണ്ടെന്ന് ലോകത്ത് ആരെങ്കിലും കേൾക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കൂട്ടായിട്ട്, അല്ലാണ്ട് ഇപ്പം എൻ്റെ അറിവെന്ന് പറയുന്നത് ഇതൊക്കെ എൻ്റെ പരിസരത്തു നിന്നും ചുറ്റുപാടിൽ നിന്നും ഞാൻ പഠിച്ചെടുക്കണതല്ലേ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അത് നമ്മളുടെ എല്ലാവരുടെയും കൂടി അറിവാണ്. അങ്ങ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ഈ രൂപത്തിലേക്ക് പ്രകൃതി അപ്ലൈ ചെയ്യുന്ന ഒരു പ്രഷർ അല്പം കുറഞ്ഞ എൻ്റെ രൂപം പോലും മാറും. അതെ, നമ്മളറിയാതെ ഒരു പ്രഷർ പ്രകൃതി നമ്മളിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, വലിയ പ്രഷറാണ്. ആണ് ഞാൻ പറഞ്ഞത്. വെളുത്ത പക്ഷം കറുത്ത പക്ഷം എന്ന് കേട്ടിട്ടുണ്ട്. അത് വളരെ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വാപ്പാക്ക് മരക്കച്ചവടമായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പം തൊട്ട് അനുഭവിച്ചറിഞ്ഞ പഠിച്ചൊരു നോളേജ് അത്. അതായത് വാപ്പ അങ്ങനെ പറയും, വെളുത്ത പക്ഷത്തിൽ മരങ്ങൾ മുറിച്ചാൽ മരം കുത്തുപിടിക്കും, കറുത്ത പക്ഷത്തിൽ ആ മരങ്ങൾ മുറിക്കും. ഇപ്പോഴും വയനാട്ടിലൊക്കെ അത് ചന്ദ്രന്റെ മൂണായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൃതിക്ഷയം ഒരു 15 ദിവസം
ചന്ദ്രൻ കണ്ടുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും ഓ, ഓ, ഒരു സൈഡിൽ നിന്ന്. അതിൻ്റെ അതറിയില്ലേ, ആ വെളുത്ത പക്ഷം കറുത്ത അറിയാം പക്ഷം. അറിയാം ആ, അപ്പൊ ഈ വെളുത്ത പക്ഷത്തില് മരങ്ങൾ മുറിച്ചാൽ കുത്തുപിടിക്കും. വാപ്പ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കറുത്ത പക്ഷത്തിലാണ് മുറിക്കേണ്ടത്. ഇത് പിന്നീട് കുറേ കഴിഞ്ഞ് എൻ്റെ വൈഫ് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അവളുടെ ഉമ്മ അവളോട് പറഞ്ഞു കൊടുക്കണ്, വെള്ളം കൊണ്ടുവരാൻ പാടില്ല, വെയിറ്റുള്ളത് എടുക്കാൻ പാടില്ല, പത്രം വായിക്കാൻ പാടില്ല, ശരീരത്തിന് സ്ട്രെയിൻ വരുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഉമ്മാടെ എന്താ ഇത് ചെയ്താൽ എന്താ? അപ്പം പറഞ്ഞു, ശരീരം ഇളപ്പെടുന്ന ആ സമയത്ത്, ഇളപ്പെട്ട സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗം സ്ട്രെയിൻ വന്നാൽ അത് വീക്കാവുന്ന പറയുന്നത്. അപ്പം ഈ ഇളപ്പെടുക, ഈ ബയോതെറാപ്പി ഒക്കെ പറഞ്ഞോടത്തേക്കാണ് ഞാൻ വരുന്നത്. ഇത് പ്രകൃതി മൊത്തത്തിൽ നമ്മളൊരു ബയോതെറാപ്പിയുടെ ഒരു മൂഡിലേക്ക് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ആയുർവേദ ചികിത്സാവിധികളൊക്കെ ഈ വെളുത്ത പക്ഷത്തിലാണ് ചെയ്യാറ്. അത് തന്നെയല്ല നമ്മളുടെ സ്പേസിലേക്ക് പോകണ, അത് അതിൻ്റെ ഓർബിറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന ചില ഈ ബയോളജിക്കൽ ആക്ഷനെ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇടുങ്ങിയ സ്ഥലത്തേക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? അത് വായുവിനെ ഒരു പ്രത്യേക അനുപാതത്തിൽ സഞ്ചരിപ്പിച്ച ഈ നോർമലി ഈ ഒരു സംഭവം നമുക്കുണ്ടായിരിക്കും. തലയുടെ മേലെന്ന് എയറിനെടുക്കുക, ശരീരത്തിൻ്റെ സൈഡിൽ കൂടെ എയർ ഒഴുകുക. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് ഇതിന് കുറേ കൂടി എനിക്കിങ്ങനെ പറയുമ്പോൾ ചിലതൊക്കെ മറന്നു പോയിട്ടാണ്. ഈ വലിയ നോളേജാണ് അത്. ഇതേ മേഖലയിലുള്ള പല ആളുകളും ഒരുമിച്ചിരുന്നിട്ട്, ഇതാരുടെയും എൻ്റെ തലയിൽ യാദർശികമായി വന്നു എന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയുന്ന അറിവല്ലേ. അപ്പം ഈ വീടിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ കൊണ്ടുവരുന്നത് വഴി ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അവിടെ നമ്മളവിടെ കിടക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി നേരം അവിടെ ഇതാക്കുമ്പോൾ തന്നെ എന്തോ ഒരു റിലാക്സൻ ഇത് തോന്നില്ലേ നമുക്ക്? തീർച്ചയായിട്ടും. അതിന് ഇങ്ങനത്തെ ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന് ഓക്സിജന്റെ ലെവൽ കൂടുതലാവാം, രണ്ട് ഈ പ്രഷർ, ഈ അന്തരീക്ഷം അപ്ലൈ ചെയ്യുന്ന പ്രഷറിന്റെ, അതായത് താപം മാറുന്തോറും പ്രഷറിൽ വരുന്ന വേരിയേഷൻ ഉണ്ടായിരിക്കാം. അതിന്റെ ചൂടിന്റെ ഈ താപം കൂടുന്തോറും പ്രഷർ കൂടുകയെന്ന് അല്ലേ? ചൂടാവുമ്പോ വികസിക്കും, അപ്പൊ പ്രഷർ കുറയും. പ്രഷർ കുറയുന്നത് നമുക്ക് പ്രശ്നമാണല്ലേ? അല്ല, പ്രഷർ ഒരു നൈസ് അളവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചന്ദ്രന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് വേലിയേറ്റം വരുമ്പോൾ കടലിലെ വെള്ളം 1 മീറ്ററൊക്കെ ഹൈറ്റിലേക്ക് ഉയരുന്നുണ്ട്. അതിനേക്കാൾ ഫ്ലെക്സിബിളായി നിൽക്കുന്ന വായുമണ്ഡല പടലത്തിനെയും വായു ചന്ദ്രൻ പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പൊ ഈ 1 സെന്റിമീറ്റർ സ്ക്വയറിൽ ഏതോ അനുപാതത്തിൽ പ്രഷർ കുറയണതായിരിക്കാം ചന്ദ്രനുള്ള സമയത്ത് നമുക്ക് കിട്ടണ ഈ ഇത്. അതെനിക്കറിയില്ല, നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ഊഹിക്കുന്നു. ഇപ്പം എൻ്റെ വാപ്പ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. ശരി, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ നാച്ചുറൽ AC പിടിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് വയ്ക്കുക. അപ്പം അങ്ങ് മുമ്പ് സംസാരിച്ചത് ഒരു വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇടപെട്ടാൽ ആ വീട് കുറച്ച് ബ്രീത്തിങ് ക്വാളിറ്റി കൂടുതലുള്ള വീടാക്കി മാറ്റാൻ പറയും. പറ്റും. ഞാൻ വീട് വെച്ച് കഴിഞ്ഞു എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞ സ്ഥലത്തും നിങ്ങൾ അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ചാണ്. അപ്പം അവിടെ അത് തട്ടാൻ പാടില്ല, ഇവിടെ അത് തട്ടാൻ പാടില്ല, ഇന്ന് കേടാവാൻ പാടില്ല. ഏറ്റവും ആദ്യത്തെ പരിഗണന വായു, വെള്ളം ഇങ്ങനത്തേന് കൊടുക്കണം. ആ നിങ്ങൾ എനിക്ക് അനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യമാണ്. 20 കൊല്ലത്തെ ഒരു 18-20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. ഏത് സ്ഥലത്തും എങ്ങനെയും ഞാനത് ചെയ്യും. അല്ല, ഇതിനകത്ത് നമുക്ക് കിട്ടിയ ഒരു സുഖം ഞാൻ പറയാം. ഞങ്ങൾ പോയി കണ്ടതാണല്ലോ. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴയുടെ തീരത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇളം കാറ്റ് പോലത്തെ ഒരു അനുഭവം. അല്ല, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അവിടെ പോയിരിക്കുമ്പോൾ, ആ ബെഡിലിരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ചുറ്റും നിന്നും ഒരു ചെറിയ കാറ്റ് അതിങ്ങനെ നമ്മളുടെ മേലിൽ വന്ന് തട്ടിപ്പോകുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. കാരണം അവിടെ ഞാൻ കുറച്ചു നേരം ഇരുന്നു. അപ്പം ആ ഒരു അനുഭവം എല്ലാ വീടുകളിലെയും എല്ലാ റൂമുകളിലും അടച്ചിട്ട റൂമുകളിൽ കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അല്ലേ? കാരണം ഇതിൻ്റെ ഒരു വലിപ്പത്തിലോ സയൻറ്റിഫിക് ആയിട്ടൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഒരു ഫാനിനപ്പുറത്തേക്ക്, ഒരു ടേബിൾ ഫാനിനപ്പുറത്തേക്ക് നമ്മളുടെ വീടിന് ചുറ്റുമുള്ള നമ്മുടെ തൊടിയിൽ നിന്നും അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലത്തുനിന്നും വരുന്ന വായുവിനെ നമ്മളുടെ കിടന്നുറങ്ങുന്ന സമയത്തും ചോറുണ്ണുന്ന സമയത്തും വീടിനകത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഒക്കെ ശരീരത്തും അവിടെ ഇവിടെയൊക്കെ തട്ടി പോകുന്ന ഒരു രീതി നമ്മൾ അറിയാതെ അടച്ചിട്ടാൽ പോലും. അതെ, അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഇനി അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ ഓരോരുത്തർക്കും, അല്ലെ, ഇപ്പൊ 100 വീടുകൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സാധാരണക്കാർക്കും
ഇത് കേൾക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ വെറുതെ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനൊന്ന് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഏകദേശം 10% വീടുകൾ എയർ കണ്ടീഷനായി എന്ന് മനസ്സിലായി. 10%. അതൊരു 10 വർഷത്തേക്ക് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നോക്കുമ്പം എത്രയാന്ന്, അതിൻ്റെ ഇൻക്രീസിങ് സ്റ്റേജ് വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ ഒരു 8% വീടുകളും എയർ കണ്ടീഷനായിട്ട്. അപ്പം കേരളത്തിൽ ചൂട് കൂടുന്നതനുസരിച്ച് എയർ കണ്ടീഷൻ വലുതാവും. പക്ഷെ അതിനകത്ത് പറയുന്ന ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പവർ ഉണ്ടാവില്ല, ഇത് മുഴുവൻ കൊടുക്കാനുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം ഇവിടെ നമ്മളും ഗവൺമെന്റ് ആണെങ്കിലും ബാക്കിയുള്ള ഇത് ഇപ്പം സ്വച്ഛ ഭാരത് പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഗവൺമെന്റ് പറഞ്ഞിട്ട് ശൗചാലയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത് ജനങ്ങൾ അറിയാതെ അവരെല്ലാം എയർ കണ്ടീഷനായി മാറിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ നമ്മുടെ ഷോപ്പുകളെല്ലാം എയർ കണ്ടീഷൻഡായി. അല്ലാതെ പറ്റത്തില്ല. ഇവിടെ ഇതിനൊരു സൊല്യൂഷനായിട്ട് ഞാൻ ജിക്കും അത് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയാം എന്താണ് നിലപ്പോൾ. അതിനോടനുബന്ധിച്ചാണ് ജിക്ക ചോദിച്ചത്, ഈ വീടുകളൊക്കെ പണിത വീടുകൾ ഇതുപോലുള്ളൊരു കാലാവസ്ഥയിലേക്ക് മാറാൻ ഏത് സ്റ്റെപ്പാണ്, എങ്ങനെയാണ് എടുക്കേണ്ടത്? എല്ലാ സ്ഥലത്തും ഇത് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന 1-2 ഘടകം എന്ന് പറയുന്നത്, ഇപ്പോൾ വലിയ കോസ്റ്റ് വരുന്നുണ്ട്. ഈ കോസ്റ്റ് കുറയ്ക്കാനായിട്ടൊരു വഴിയുണ്ട്. ഇതിൽ 20ഓളം പ്രോഡക്റ്റ് ഉണ്ട്. ഈ പ്രോഡക്റ്റ് വിപണിയിലുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ സപ്ലൈ ചെയ്യുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യണമെന്ന് പറയാം. ഇതിൽ നമ്മൾ എയർ ഒരു സൈഡിൽ നമ്മൾ കിടന്നുറങ്ങണം. ഒരു ബെഡ്റൂം സ്ക്വയറിൽ റെക്ടാങ്കിളിലുള്ള ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് എയർ വന്നിട്ട് ഈ മുഴുവൻ ഏരിയയും സഞ്ചരിച്ചിട്ട് വേണം ഇത് പോകാനായിട്ട്. ഇപ്പം നമ്മൾ സാധാരണ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ചില ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ ഗ്രില്ല് വെച്ചിട്ടുണ്ടാവും, അതും ഒരു ഫാൻ വെച്ചിട്ടുണ്ടാവും, ഒരു എക്സോസ്റ്റ് ഫാൻ, വലിയൊരു സാധനം. അത് ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. അതൊരു ഉപകാരമില്ലാത്ത പണിയെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് അതിലെ ലൈറ്റ് വരാൻ തന്നെ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ട് ആ എക്സോസ്റ്റ് വർക്ക് ചെയ്താൽ ഈ വരുന്ന സ്ഥലത്ത് കൂടെ മുഴുവൻ എയറിനെ അത് കൊണ്ടുപോകും. ഇപ്പം ഇവർ വാസ്തുവിൽ പറയുന്നുണ്ട്, നദിയുടെ തീരത്ത് വീട് വെക്കണമെങ്കിൽ നദിക്ക് സമാന്തരമായിട്ട് വീതിയിൽ വെക്കരുത്, ഇങ്ങനെ വെക്കാൻ പറയും. അതായത് ഈ അറ്റത്തുനിന്ന് മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ, അവിടെ മുന്നിലൊരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെയിൽ കൂടുതൽ തട്ടും, അവിടുത്തെ വായു ചൂടാവും, അവിടെ പ്രഷർ കുറഞ്ഞാൽ ഇപ്പുറത്ത് പ്രഷറിൽ നിൽക്കുന്ന വായു സഞ്ചരിക്കും, അത് വീടിൻ്റെ അകത്തെ എയറിനെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകും. അതേമാതിരി എവിടെയാണോ നമ്മളൊരു എക്സോസ്റ്റ് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു എയർ പോവാ, എയറോഡൈനാമിക്കൽ ഡിസൈനിങ്ങാണ് അതിൽ നടക്കുന്നത്. എവിടെ നിന്ന് എയർ വരണം, ഏതിലൊക്കെ സഞ്ചരിച്ച് ഏതിലെ പോകണം. ഇനി ഞാൻ ഒരു ചെറിയൊരു കാര്യം ഓർമ്മ ഒന്ന് പറയട്ടെ, മറന്നു പോകണോണ്ട് കേട്ടോ, സോറി. ഇപ്പോൾ നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ കബോർഡിൽ ഡ്രസ്സുകൾ വയ്ക്കുന്നു, അതും ബ്രീത്ത് ചെയ്യണം ശരിക്കും. ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രീത്തർ നെട്ട് എന്ന് പറഞ്ഞ മാതിരി ഈ ബ്രീത്തിങ്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം, പകൽ സമയത്ത് വാതിലും ജനലൊക്കെ തുറന്നിട്ട് നമ്മൾ പെരുമാറി പുറത്ത് 35-38 ഡിഗ്രി ചൂടുണ്ടായിരുന്ന എയർ മുഴുവൻ വീടിൻ്റെ അകത്ത് കയറി കൂടിയിട്ടുണ്ടാവും. രാത്രിയാകുമ്പോൾ വാതിലും ജനലും നമ്മൾ അടയ്ക്കും. സ്വാഭാവികമായിട്ട് പുറത്തെ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. 28 ഡിഗ്രിയിൽ വരുമ്പോഴും ഞാൻ പറഞ്ഞു ഇവിടെ 38 ഡിഗ്രി എന്ന് പറഞ്ഞില്ലേ, ആ പുറത്ത് ടെമ്പറേച്ചർ കുറഞ്ഞ വായു ഈ ഗ്ലാസ്സിനെ വന്ന് തണുപ്പിക്കാൻ തുടങ്ങും. ഈ അകത്ത് നിൽക്കുന്ന വായു ഈ ഗ്ലാസ്സുമ്മ ചെന്ന് തട്ടിയാൽ എന്താ ഉണ്ടാവുക, കണ്ടൻസേഷൻ നടക്കും, വെള്ളം ഒലിക്കുന്നുണ്ടില്ലേ. നമ്മൾ ഗ്ലാസ്സിൽ ഐസ് ഇട്ടിട്ട് വെച്ചാൽ ഗ്ലാസിൻ്റെ പുറത്ത് വരുന്ന അതാണ് ഈ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. വെള്ളം വേർപിടുന്നു. ഈ ഗ്ലാസ് മലത്തെ ഉദാഹരണം പറയുന്നത് മറിച്ചുണ്ടാവുന്നത് നമ്മുടെ അകത്ത് കിടക്കുന്ന വുഡിൻ്റെ സാധനങ്ങളിൽ, കട്ടില് അലമാരി സാധനങ്ങൾ, അത് മുഴുവൻ ഈ ഈർപ്പത്തിന് അങ്ങോട്ട് വലിക്കും. അപ്പോൾ ചില വീട്ടിൽ കട്ടിൻ്റെ അടിയിൽ ഇരുന്നിട്ട് കൈ കൊണ്ട് തടവിയ ഒരു പൊടി വീണാണ്, അത് ഈ വെള്ളം വുഡ് വലിച്ചെടുത്ത് ഫംഗസായി, ആ ഫംഗസ് ഉണങ്ങിയ പൊടിയായി വരുന്നത്. ആണ് ഞാൻ പറഞ്ഞത്, പ്രഷറിൽ വേരിയേഷൻ വരുന്നതും വായു ആയാലും ഇതിങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കണം. വായു വന്നു പോയി പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുള്ള സൗകര്യം ഇല്ലാതാക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ പണികൾ. ആവശ്യത്തിന് എയർ വന്ന് ആവശ്യത്തിന് പോവാവുന്ന രീതിയിൽ ഉള്ള സംവിധാനം ഇല്ല, മുഴുവൻ തടഞ്ഞിടുക. ചില വീട്ടിലൊക്കെ നമ്മൾ 6 മാസം മുമ്പ് കയറിയപ്പോൾ ഉണ്ടായിരുന്ന അതേ മണമാണ് പിന്നെ ഒരു 6 മാസം ചെല്ലുമ്പോൾ കയറുമ്പോൾ ഉള്ളത്. കാരണം അത് അടഞ്ഞു കിടക്കില്ല എല്ലാ ഭാഗങ്ങളും. അതിൽ നിന്ന് വിട്ടിട്ടൊരു കുറച്ച് നമുക്ക് തന്നെ വീടിൻ്റെ അകത്തിരുന്നിട്ടൊരു ഇത് മട്ടിപ്പ് വരുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്തോ നിധി കിട്ടിയ മാതിരി നമുക്ക് തോന്നാറുണ്ട്, എന്തോ ഒരു സന്തോഷം വന്ന മാതിരി. ഇതൊക്കെ തന്നെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മുഴുവൻ വീടുകളുടെ ഉള്ളിലേക്കും ഈ എയർ സർക്കുലേഷൻ വരുന്ന ഒരവസ്ഥയിലേക്ക് ഇത് ഉയരണം. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഈ പ്രോഡക്റ്റുകൾ വിപണി വരിക, ഇത് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും.
ആണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കമേഴ്സ്യൽ ചെയ്യാൻ എടുക്കണമെങ്കിൽ ഉള്ളിൽ നടന്നേനെ. അത് ഈ നാച്ചുറൽ AC എന്ന് പറഞ്ഞ എയർ സർക്കുലേറ്റിംഗ് അല്ലെങ്കിൽ ഒരു എയർ വെന്റ് എന്ന് പറയാം. ഈ എയർ തെർമൽ വെന്റ്, എയർ വെന്റിലേറ്റർ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ അങ്ങ് തയ്യാറാണ്. എനിക്ക് ആയി വന്നിട്ട് വേണ്ടേ, ഞാൻ ഓരോന്നോരോന്ന് ഡെവലപ്പ് ചെയ്ത് വരും. ഇപ്പം ഞാൻ എയർ വരുന്നിടത്തൊരു ഗ്രാവിറ്റി ഡാമ്പർ എന്ന് പറഞ്ഞൊരു സാധനം എത്രയോ കാലത്തെ സ്വപ്നം, ഇപ്പം അത് ഞാൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. അത് ഇനിയൊരു ഇപ്പം ഞാൻ മാനുവലായിട്ട് ഉണ്ടാക്കിയിരുന്നു. ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് അതൊരു കമേഴ്സ്യൽ പ്രോഡക്റ്റ് ആക്കും. ആണ് പറയണം. ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. ഇപ്പം 5 ലക്ഷം രൂപയ്ക്ക് ഒരു വർക്ക് ചെയ്യുന്നത് 2 ലക്ഷത്തിനോ 1 ലക്ഷത്തിനോ ആവുമ്പോഴാണ് ഇത് എല്ലാവരും ചെയ്യുക. അത് നമുക്കറിയാണ്ടല്ല. പക്ഷെ അതിന് ഞാൻ എന്ന വ്യക്തിക്ക് എന്താ സഫർ ചെയ്യാള്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ 25 കൊല്ലമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുമില്ലെങ്കിൽ വലിയ ഇൻവെസ്റ്ററെ കിട്ടുക, അവര് കമേഴ്സ്യൽ ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ഹെൽപ്പ് കിട്ടുക. ഞാൻ കുറച്ചും കൂടി അല്ല, അതിപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് നാളെ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ആംഗിളൊക്കെ വരട്ടെ. ഇപ്പം തൽക്കാലം ഇപ്പം എനിക്ക് അങ്ങയുടെ ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. എവിടെ വേണമെങ്കിലും തയ്യാറാണ്. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് ഏകദേശം ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമുക്കൊരു കാര്യം പ്രേക്ഷകരോട് പറയാം സതീശ്, എന്താണ് ഇത്തരത്തിൽ വീടുകൾക്ക് ഇത്തരത്തിൽ ഒരു എയർ സർക്കുലേഷൻ, ഒരു നാച്ചുറൽ AC എന്ന് വിളിക്കാവുന്ന ഈ ഒരു പ്രക്രിയ ആവശ്യമാണെങ്കിൽ അങ്ങയുടെ സർവീസ് അവൈലബിൾ ആണ്. അതെ, അത് ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും. ചെറിയ ചെറിയ സാധനങ്ങളിലൂടെ റൂമിനുള്ളിലൊരു മന്ദമാരുതനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റും. എന്തായാലും നമസ്കാരം. നമസ്കാരം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്.